ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്യൂർ അജ്രക്കിൽ വന്നിട്ടുള്ള കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നല്ല ഭംഗിയിൽ കുർത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് കേട്ടോ അത്. ആദ്യമായിട്ട് അജ്രക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് കൈ കിട്ടി കഴിയുമ്പോൾ ഒരു ഡൾ ഫിനിഷ് തോന്നും. വീഡിയോ കാണുമ്പോൾ വല്ലാണ്ട് ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കും, പക്ഷെ കൈ കിട്ടി കഴിയുമ്പോൾ ഒരു ഡൾ ഫിനിഷുള്ള ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് അപ്പോൾ വിഷമം തോന്നേണ്ട ഒരു ആവശ്യമില്ല, കാരണം അത് അതിന്റെ ഒറിജിൻ ആണ് കേട്ടോ. ഈ ഫാബ്രിക് പല പ്രാവശ്യം വാഷിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നത്. ഇതിന്റെ ഈ കളറൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതിലേക്ക് വരുന്ന ഈ കളറുകളൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡൈസ് എല്ലാം ഓർഗാനിക് ഡൈസ് ആണ്. പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കി ഉണക്കിയൊക്കെയാണ് ഈ കളറുകൾ ഇതിലേക്ക് പിടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫാബ്രിക്കിൽ ഒട്ടും സ്റ്റാർച്ച് ഒന്നും ഉണ്ടാവത്തില്ല. വളരെ എന്താ പറയുക, പല പ്രാവശ്യം വാഷിംഗ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഒരു പഴയ തുണിയുടെ ഫീലൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. അതുപോലെ ഏറ്റവും ഭംഗി ഇതിലാണ്, ഈ അജ്രക്കിലാണ്. പാച്ച് ചെയ്യാനും അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യാനും ഏറ്റവും ഭംഗി ഇതിലാണ്. വേറെ ഏത് ഫാബ്രിക് ചെയ്താലും ഇത്രയും ഭംഗി കിട്ടത്തില്ല. അത്രയും നല്ലൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണിത്. ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു പ്രാവശ്യം ഒരെണ്ണം ഉപയോഗിച്ച് നോക്കിക്കോളൂ. അത്രയും കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാനായിട്ട്. നമുക്ക് ബോഡിക്കൊന്നും ഒട്ടും ചൂടൊന്നും എടുക്കത്തില്ല. വളരെ കൂളിംഗ് ഫീൽ കിട്ടുന്ന, നല്ല എലഗന്റ് ലുക്ക് കിട്ടുന്ന കുർത്തികളൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയൊക്കെ വെച്ച് നിങ്ങൾക്ക് സ്വന്തം തന്നെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഫാബ്രിക്കായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ആദ്യത്തെ ഫാബ്രിക് വന്നേക്കുന്നത്. നല്ല പ്രിന്റ് കണ്ടോ, ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വന്നേക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരുവേ. ഇതിന്റെ പ്രൈസ് 280 പെർ മീറ്റർ. അടുത്ത പ്രിന്റ് അടുത്തത് ഇങ്ങനെ വരും. അടുത്തത് ഇതാണ്. ബേസ് കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. നല്ല ഭംഗിയുള്ളൊരു ബ്രിക്ക് റെഡ് കളറിൽ വന്നേക്കുന്നു. അടുത്ത മെറ്റീരിയൽ ഇങ്ങനെ വരും. ഇതിൽ കാന്താ സ്റ്റിച്ചും കൂടെ പോയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഫാബ്രിക്കിൽ. ഇതാണ് അടുത്തത്. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും. അടുത്തത് ഇതാണ്. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും. അടുത്തത് ഇങ്ങനെ വരും. ബേസ് കളർ നല്ലൊരു ബ്ലൂ ആണ്. ഇതാണ് അടുത്തത്. ഒരു മെറൂണിന്റെയും ബ്ലൂവിന്റെയും കോമ്പിനേഷൻ ആണ്. ഇതാണ് അടുത്തത്. അടുത്തത് ഇതാണ്. ഇതാണ് അടുത്ത ഫാബ്രിക് വന്നേക്കുന്നത്. നമ്മളൊന്ന് കാണുന്നത് എല്ലാം പ്യൂർ അജ്രക്കിൽ വന്നിട്ടുള്ള ഫാബ്രിക്കുകളാണ് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതെല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഒത്തിരി കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു. ഇനിയിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക. ഇവിടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് മെറ്റീരിയൽ വന്നേക്കുന്നത്. ഇതിന്റെ ബേസ് കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. അതിൽ യെല്ലോയുടെയും മെറൂണിന്റെയും ബ്ലാക്കിന്റെയും ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാസ്റ്റ് ഫാബ്രിക് ഒക്കെ വെച്ച് പാച്ചൊക്കെ ചെയ്ത് കുർത്തികൾ ചെയ്യാൻ നല്ല ഫാബ്രിക്കുകളാണിത്. അപ്പോൾ ഇതിൽ കണ്ടോ, ഈ പ്രിന്റിനെ ഫുൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഹാൻഡ് വർക്ക് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഏതെങ്കിലും നല്ല ഭംഗിയിലുള്ള കോൺട്രാസ്റ്റ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ സെൽഫ് കളർ തന്നെ വരുന്ന പാച്ച് വെച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നേരത്തെ ഏതെങ്കിലും ഫാബ്രിക് ഒക്കെ അജ്രക്ക് വാങ്ങിച്ചിട്ട് ബാക്കി പീസൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ യോക്ക് ചെയ്യാം. അതുപോലെ സ്ലീവ്സിന്റെ എന്തെങ്കിലുമൊക്കെ ബോർഡർ ഒക്കെ ആയിട്ട് കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേണിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതല്ല ഇവിടെ നിന്ന് തന്നെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, സ്റ്റിച്ച് ചെയ്തിട്ട് തരുന്നതായിരിക്കും. നമ്മളിന്ന് കണ്ടതെല്ലാം ഫാബ്രിക്കിന്റെയും പ്രൈസ് വന്നേക്കുന്നത് 280 പെർ മീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്റർ ആണെന്ന് കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് തരിക. ഒത്തിരി ഒന്നും ഇല്ലാട്ടോ, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അടുത്ത കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വീണ്ടും പറയുന്ന, വീഡിയോ കാണുന്ന അത്രയും ബ്രൈറ്റ്നസ് കൈ കിട്ടുമ്പോൾ ഉണ്ടാവത്തില്ല. ഡൾ ഫിനിഷുള്ള ഫാബ്രിക് ആണ്, പ്യൂർ അജ്രക്കാണ്. അപ്പോൾ എന്തായാലും അതിനൊരു ഡൾ ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക. അതൊന്നും മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാനായിട്ട്. ഡൾ ഫിനിഷ് ഉണ്ടാവും, ഉറപ്പാണ്. പഴയ തുണി പോലെ തോന്നും. അതൊക്കെയാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ആ ഒരു ഫീൽ ഇല്ലെങ്കിൽ, ആ ഒരു നമുക്ക് കൈ കിട്ടുമ്പോൾ അങ്ങനെ ഒരു ഫീൽ ഇല്ലെങ്കിൽ പിന്നെ ഇത് ഒറിജിൻ ആയിരിക്കില്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇന്ന് കണ്ട ഫാബ്രിക്കുകളെല്ലാം നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ആദ്യം തോന്നുന്നത്, അയ്യോ ഇതെന്ത് എങ്ങനെ ഇരിക്കുന്നത്. ഇതേവരെ ഉപയോഗിക്കാത്തവരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് വാങ്ങി ഇട്ടേക്കുന്നവർക്ക് പിന്നെ ആ ഫീലൊന്നും ഉണ്ടാവത്തില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൈ കിട്ടി കഴിയുമ്പോൾ തന്നെ തോന്നുന്ന ഒരു ഫീൽ ഇതാണ്, അയ്യോ ഇതെന്താ ഇത്, ഒരു ഡൾ ഫിനിഷ് ആണല്ലോ, പഴയ തുണിയാണല്ലോ, ഇതാണ് ഞാൻ എത്ര കാശ് കൊടുത്ത് വാങ്ങിയെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് തച്ചിട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ
ആ ഫീലൊക്കെ അങ്ങ് മാറുന്നത്. നല്ല ഭംഗിയിലുള്ള നല്ല എലഗന്റ് ആയിട്ടുള്ള കുർത്തികൾ ചെയ്യാവുന്ന ഫാബ്രിക്കുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് തരിക. അടുത്ത കളക്ഷൻസായിട്ട് വീണ്ടും കാണാം. ബൈ.